MGM റേഡിയോ ക്ലബിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഉപഗ്രഹ കൂടിച്ചേരലിൽ ചരിത്രമെഴുതി ഇന്ത്യ. ബഹിരാകാശ ദൗത്യത്തിൽ ലോകശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് വീണ്ടും ഒരു ആഹ്ലാദ മുഹൂർത്തം. ബഹിരാകാശത്ത് ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 2 ഉപഗ്രഹങ്ങളെ പരസ്പരം കൂട്ടിയോജിപ്പിച്ച് ISRO ചരിത്രം കുറിച്ചു. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് സ്പെഡക്സ് ദൗത്യം വിജയം. ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. അമേരിക്ക, റഷ്യ, ചൈന എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ, ടാർഗറ്റ് ഉപഗ്രഹങ്ങളെയാണ് ഭൂമിക്ക് 476 കിലോമീറ്റർ മുകളിൽ വെച്ച് കൂട്ടിയോജിപ്പിച്ചത്. ഡിസംബർ 30-ന് PSLV C-60 റോക്കറ്റിലായിരുന്നു ഇവയുടെ വിക്ഷേപണം. സ്വന്തം ബഹിരാകാശ സ്റ്റേഷൻ ഉൾപ്പെടെ ഇന്ത്യൻ സ്വപ്നങ്ങളിലേക്കുള്ള ചുവടുവെപ്പാണ് സ്പെഡക്സ് വിജയം. ഇന്ത്യൻ സഞ്ചാരികളെ ബഹിരാകാശത്ത് അയക്കുന്ന ഗഗൻയാൻ ചന്ദ്രോപരിതലത്തിലുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തിച്ച് പഠനം നടത്താനുള്ള ചന്ദ്രയാൻ 4 പദ്ധതികൾക്കും ഊർജമേകും. കഴിഞ്ഞ 6-നും 9-നും ട്രയൽ റൺ നടത്തിയതിനു ശേഷമാണ് ഡോക്കിംഗ് നടത്തിയത്. ഒരു ബഹിരാകാശ പേടകം മറ്റൊന്നുമായി കൈകൊടുത്ത് കൂടിച്ചേരുന്നതാണ് സ്പേസ് ഡോക്കിംഗ്. 2-ൽ ഏത് പേടകത്തെ വേണമെങ്കിലും ചേസറായും പിന്തുടരുന്നത് ടാർഗറ്റായും ലക്ഷ്യം വയ്ക്കുന്നത് മാറ്റാനാകുന്ന ആൻഡ്രോജിനസ് ഡോക്കിംഗ് രീതിയാണ് ISRO സ്വീകരിച്ചത്. ദൗത്യം വിജയമാണെന്ന് ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ V. നാരായണൻ അറിയിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളെ സ്വന്തം നിവേദ്.